ആണാകട്ടെ, പെണ്ണാകട്ടെ, അടുത്ത സുഹൃത്താകട്ടെ, പ്രണയിനിയാകട്ടെ, കുടുംബാംഗങ്ങളാകട്ടെ, ഇരവാദം എല്ലായ്പ്പോഴും ഒന്നോ രണ്ടോ വട്ടമൊക്കെ ഓക്കെ. ഒരാളും മൂന്നാം വട്ടം ഒരു കാര്യം വെറുതെ അബദ്ധത്തിൽ ചെയ്യും, അത് മിസ്റ്റേക്ക് ആയിരിക്കും, ഡിസിഷൻ ആയിരിക്കും. അപ്പൊ നിങ്ങളോട് എപ്പോഴും ഇരവാദം പറയുന്ന ഒരാളെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ അയാളായിരിക്കും ഞാൻ ഭയങ്കര പാവമാണ്, ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ എല്ലാവരും എന്നെ ഇങ്ങനെ ചെയ്യാണ്, എനിക്കറിയത്തില്ല എന്റെ ലൈഫ് എന്താണോ. അതൊന്നും ആയിരിക്കില്ല അയാൾ. നിങ്ങൾ ഈ പറയുന്നത് ചിലപ്പോൾ ഇപ്പോൾ എന്നോട് തർക്കിച്ചെന്ന് വരാം, ഭാവിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റുള്ളവരെ കുറ്റം പറയാൻ കിട്ടുന്ന ഒരു അവസരത്തിൽ ഇരുന്ന് മറ്റുള്ളവരെ കുറ്റം പറയുന്നവരെ ഒരു കാരണവശാലും വിശ്വസിക്കും. 1 to 1 നിങ്ങളോട് ഒരാളെ കുറിച്ച് രഹസ്യമായിട്ട് നിങ്ങളോട് ഒരാൾ കുറ്റം പറഞ്ഞാൽ അയാൾ നിങ്ങളുടെ കുറ്റം പറയും. മൂന്നാമത്തെ രസമാണ്, നീ എന്നെ വിശ്വസിക്കണം, ഞാനിത് പിന്നോട്ടല്ലോ ഇതിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അല്ലെ, ട്രസ്റ്റ് മീ, ഞാൻ ഇതിങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ട് ട്രസ്റ്റ് മീ. ഞാൻ അതായത് റിപ്പീറ്റഡ്ലി അവരെ വിശ്വസിക്കാൻ നമ്മളെ കമ്പൽ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നവരെ വിശ്വസിക്കരുത്. അവർ പാലും വെള്ളത്തിൽ പണിയെടുക്കുന്നത്. നാലാമത്തെ ഈ പറഞ്ഞ പോലെ രഹസ്യം സൂക്ഷിക്കാൻ അറിയാത്തൊരു കാറ്റഗറി ആൾക്കാർ നമ്മുടെ ഒക്കെ കൂട്ടത്തിൽ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളുടെ മുഖം ഓർമ്മ ഇല്ലേ, രഹസ്യം സൂക്ഷിക്കാറില്ല, എല്ലാം ഇങ്ങനെ പറഞ്ഞു എല്ലാവരോടും പറയും, മനസ്സിലൊന്നും വരില്ല. അങ്ങനെയുള്ള ഒരാളോടും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ രഹസ്യങ്ങൾ പറയരുത്, നിങ്ങളുടെ അടുത്ത നീക്കം പറയരുത്. നിങ്ങൾക്കത് പണി കിട്ടും. ആ കൂട്ടരെ അവരുടെ തെറ്റ് കാരണമല്ല, പക്ഷെ വിശ്വസിക്കാം. ചില മനുഷ്യരുണ്ട്, അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ഈ പറഞ്ഞ പോലെ ഒരാൾ മറ്റൊരാളെ വിളിക്കേണ്ടത് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ മാത്രമാണ്. രണ്ട് മനുഷ്യർക്കിടയിൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ പരസ്പരം വരുമ്പോൾ വിളിക്കും. ഞാൻ പറഞ്ഞ ആ കോമൺ സംഗതിയല്ല. ഒരാളെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ അയാൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് വിളിക്കുന്നത്, അല്ല അയാളുടെ എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം അയാൾ നിങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളെ പൂർണ്ണമായി വിശ്വസിക്കാം. എപ്പോഴും മറ്റുള്ളവരുടെ രഹസ്യങ്ങളിലേക്ക് ചെവിയും കണ്ണും കാതും കൂർപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരാൾ നിങ്ങളുടെ രഹസ്യങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം.